നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. തൈറോയിഡ് പലരെയും അലട്ടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. തൈറോയിഡ് രോഗത്തെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജനറൽ വിഭാഗം മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ ആനി സെബാസ്റ്റ്യൻ ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, തൈറോയിഡ് വരാനുള്ളൊരു പ്രധാന കാരണം അത് എന്തൊക്കെയാണ്? ഏതെല്ലാം തരം തൈറോയിഡുകളാണ് ഇപ്പോൾ അറിയാവുന്നത്? ആക്ച്വലി തൈറോയ്ഡ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിതമായ പ്രവർത്തനമാവാം, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കുറഞ്ഞുള്ള പ്രവർത്തനമാകാം. തൈറോയ്ഡ് ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ആവാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ 2 ടൈപ്പ് അസുഖങ്ങളാണ് നമുക്കുള്ളത്. തൈറോയ്ഡ് അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നത് അഥവാ ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ ഇതിൽ ഈ രണ്ട് കാരണങ്ങളും പറഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത് മെയിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ശരീരത്തിൽ അമിതമായിട്ടുള്ള ആൻറ്റിബോഡി ഉൽപ്പാദനം ഗുണമുള്ള ക്രോണിക് ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ്, അതായത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അതാണ് നമ്മുടെ ജനസംഖ്യയിൽ നമ്മൾ അധികവും കാണുന്നത്. രണ്ടാമതായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ചികിത്സയുടെ ഭാഗമായിട്ട്, അതായത് സർജറി മൂലമോ റേഡിയോ അയഡിൻ മൂലമോ അല്ലെങ്കിൽ സർജറി നെക്കിൽ എന്തെങ്കിലും ചെയ്തതോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തൈറോയ്ഡ് കുറയാം. അതല്ലെങ്കിൽ ചില ഡ്രഗ്സുകൾ എടുക്കുന്നത് മൂലം, അതായത് വേറെ പല അസുഖങ്ങൾക്കുമുള്ള ഡ്രഗ്സുകൾ എടുക്കുന്ന മൂലം, ലൈക്ക് ലിഥിയം, അമിയഡറോൺ അങ്ങനെയുള്ള ഡ്രഗ്സുകൾ മൂലവും നമുക്ക് തൈറോയ്ഡ് പ്രവർത്തനം കുറയാം. അതുപോലെ തന്നെയാണ് അതിൻ്റെ അതിൻ്റെ എതിർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്യൂൺ കാറ്റഗറിയിൽ പെടുന്ന തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളാണ് അധികവും നമ്മൾ കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ട് കാണുന്ന കുറച്ച് തൈറോയിഡിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ടോക്സിക് അഡിനോമ, ടോക്സിക് ഗോയിറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങളും നമുക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം. അപ്പോൾ കാരണം എപ്പോഴും പിന്നെ കുറച്ച് എൻവറോൺമെൻറ്റൽ കാരണങ്ങൾ വളരെ റെയറായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കോമൺ ആയിട്ടും ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും അത് അധികവും ആൻറ്റിബോഡിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അധികവും കാണപ്പെടുന്നത്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരത്തിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടിയാലും അതുപോലെ തന്നെ കുറഞ്ഞാലും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? ഓക്കെ, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസം എന്ന കണ്ടീഷനാണ് നമ്മൾ കോമൺ ആയിട്ട് പോപ്പുലേഷനിൽ അധികവും കാണുക. അപ്പോൾ അത് നമ്മളിപ്പം ഒരു രോഗി നമ്മുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മെയിനായിട്ട് അവർ പറയുന്ന കാര്യം ക്ഷീണം, തളർച്ച, വെയ്റ്റ് ഗെയിൻ, കോൺസ്റ്റിപ്പേഷൻ, അതല്ലെങ്കിൽ പ്യൂബർട്ടൽ പ്രോബ്ലം ലൈക്ക് അതല്ലെങ്കിൽ മെനറേജിക് പ്രോബ്ലം ലൈക്ക് പീരിയഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസത്തിന് വരുന്നത്. അതേസമയം ഹൈപ്പർ തൈറോയിഡിസം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പേഷ്യൻറ്റിന് ഇതേപോലെ തന്നെ ഫറ്റീഗും ക്ഷീണം മുതലായ കാര്യങ്ങളുണ്ടാവാം. അതുപോലെ ഒപ്പം പ്രധാനമായിട്ടും ഹൈപ്പർ തൈറോയിഡിസിൽ രോഗികൾ ശ്രദ്ധിക്കുന്നത് അവരുടെ കണ്ണ് കൃഷ്ണമണി പുറത്തേക്ക് തള്ളി വരിക, അതല്ലെങ്കിൽ ഗോയിറ്റർ തൊണ്ടയുടെ മുമ്പിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വീർക്കുക, അതല്ലെങ്കിൽ നെഞ്ചിടിപ്പ്, അമിതമായ ക്ഷീണം, സ്വെറ്റിങ്, ഇൻക്രീസ് ഫ്രീക്വൻസി ഓഫ് ഡിഫിക്കേഷൻ, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ മലം പാസ് ചെയ്യുന്നതിനുള്ള കൂടുതലായിട്ടുള്ള ഫ്രീക്വൻസി, ഇതുപോലുള്ള GIT പ്രോബ്ലംസ്, പിന്നെ വെയ്റ്റ് ലോസ്, ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസിൽ വെയ്റ്റ് ഗെയിൻ ആയിരിക്കും. കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഇത് കൂടുന്നതും അതുപോലെ തന്നെ ഹോർമോൺ കുറയുന്നതുമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അതെങ്ങനെയൊക്കെയാണ്? ആക്ച്വലി നമ്മുടെ ഈ സമൂഹത്തിലൊരു തെറ്റിദ്ധാരണകളുണ്ട്. അയഡിൻ ഉപ്പ്, അതല്ലെങ്കിൽ ഗോയിട്രോജൻസ് ലൈക്ക് ക്യാബേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തൈറോയിഡ് രോഗത്തെ വളരെ അമിതമായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല സ്ഥലത്തുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഹൈപ്പോ തൈറോയിഡിസിലാണെങ്കിൽ ഓൾറെഡി ആ വ്യക്തിയുടെ തൈറോയിഡിൻ്റെ പ്രവർത്തനം ഓൾമോസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഗോയിട്രോജൻസ് കൂടുതലായി കഴിക്കുന്നത് കൊണ്ട് ദോഷം എന്നുള്ളതേ ഉള്ളൂ.
പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഈ തരത്തിലുള്ള ക്യാബേജ്, കോളിഫ്ലവർ എന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് മെഡിക്കൽ സയൻസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അയഡിൻ ഉപ്പാണ് വേറൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷേ അയഡിൻ ഉപ്പിൻ്റെയും മിതമായ ഉപയോഗം ഓരോ വ്യക്തിയുടെയും ശരീരത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള വ്യക്തമായ ശരിയായ അളവിലുള്ള ഉപയോഗം അയഡിൻ ഉപ്പിൻ്റെയും ശരീരത്തിന് ആവശ്യമാണ്. ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ അതുപോലെ തന്നെ നമുക്കിപ്പോൾ തൈറോയിഡ് ആണെങ്കിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അത് എന്തൊക്കെയായിരിക്കും? ഞാൻ ഓൾറെഡി കൺവേ ചെയ്തൊരു കാര്യം തന്നെയാണ് ഇത്. മെയിനായിട്ടും ഹൈപ്പോതൈറോയിഡിസം. അത് വളരെ നന്നായി അത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചത്. കാരണം വെച്ചാൽ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഹൈപ്പോതൈറോയിഡിസം, അതല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ആൻറ്റിബോഡി മൂലമുണ്ടാകുന്ന ഒരു തൈറോയിഡ് അസുഖമാണ്. അതിൽ തൈറോയ്ഡ് ഗ്രന്ഥി, തൈറോയ്ഡ് ഹോർമോൺ പ്രവർത്തനം വളരെ കാര്യമായ രീതിയിൽ കുറയ്ക്കുക, അതല്ലെങ്കിൽ ഇല്ലാതാക്കുക തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയ്റ്റ് ഗെയിൻ, ക്ഷീണം, പീരിയഡ്സിലുണ്ടാകുന്ന താളപ്പിഴകൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ടും ഹൈപ്പോതൈറോയിഡിസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൈപ്പോതൈറോയിഡിസം എന്ന കണ്ടീഷനിൽ നമ്മൾ കൂടുതലായിട്ടും രോഗികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇതുപോലുള്ള വെയ്റ്റ് ഗെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ക്ഷീണം, ഒരു ഉന്മേഷമില്ലായ്മ, അതല്ലെങ്കിൽ പീരിയഡ്സിൽ വരുന്ന ലേഡീസിനാണെങ്കിൽ പീരിയഡ്സിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അധികവും രോഗികൾ നമ്മളെ സമീപിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, എന്നാലും ഒരു കുറച്ച് ശതമാനമെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരിൽ വരുന്നൊരു മാറ്റം അതെങ്ങനെയായിരിക്കും? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായിട്ട് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഇതുപോലെ തന്നെ ക്ഷീണം, അസ്വസ്ഥതകൾ ഉണ്ടാവാം. അതിൻ്റെ ഒപ്പം രോഗികൾ അവർ ശ്രദ്ധിക്കുന്ന കാര്യം അവരുടെ ഐബോൾ പുറത്തേക്ക് വരിക, കണ്ണ് ഉന്തി വരുന്നത് പോലെ തോന്നുക, അതല്ലെങ്കിൽ കഴുത്തിൻ്റെ മുമ്പിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിതമായ വളർച്ച, പിന്നെ നെഞ്ചിടിപ്പ്, അമിതമായ രക്തസ്രാവം, ഇതൊക്കെയാണ് അമിതമായ രക്തസ്രാവം. അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിന് പീരിയഡ്സ് വളരെ കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂടി വരിക എന്നുള്ളതാണ് ഹൈപ്പർ തൈറോയിഡിസിൽ നമ്മൾ അധികമായിട്ടും കാണുന്നത്. പിന്നെ അതിൻ്റേതായ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കോംപ്ലിക്കേഷൻസുമായിട്ട് നമ്മൾ പലരും ഹോസ്പിറ്റലുകളിൽ വരാറുണ്ട്. അത് മെയിനായിട്ടും ഹൃദയത്തിൻ്റെ ഇടിപ്പ് താളം തെറ്റുന്ന പലതരത്തിലുള്ള ഹൃദയമിടിപ്പിനെ തെറ്റിക്കുന്ന അരിത്മിയാസ് എന്ന് പറയുന്ന കണ്ടീഷൻസാണ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. അത് അത്യാവശ്യമായി തൈറോയ്ഡ് സ്റ്റോം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നത് കൊണ്ടുണ്ടായ തടസ്സങ്ങൾ, ഇതെല്ലാം ഉടനെ തന്നെയുള്ള മെഡിക്കൽ അറ്റൻഷൻ തേടേണ്ടതാണ്. ഡോക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രോഗം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? മറ്റേതെങ്കിലും രോഗാവസ്ഥയിലേക്ക്, ക്യാൻസർ പോലുള്ള രോഗാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ടോ? നമ്മൾ തൈറോയിഡിൻ്റെ അസുഖം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ട്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥി കംപ്ലീറ്റ് ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന പ്രക്രിയ ഓൾമോസ്റ്റ് അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ആണ് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ യൂഷ്വലി സപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് രാവിലെ എന്നും വെറും വയറ്റിൽ 1 മണിക്കൂറിന് മുമ്പ് എടുക്കേണ്ടതാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ തൈറോയ്ഡ് ലെവൽ, അതായത് TSH എന്ന TSHൻ്റെ ലെവൽ നോക്കി വേണം നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഹൈപ്പോതൈറോയിഡിസിന് മരുന്ന് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഇതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം TSH നോക്കി അതിനൊരു വിഭാഗം മരുന്നുകളുണ്ട്. മെത്തിമസമോൾ, കാർബിമസോൾ എന്നൊക്കെ പറഞ്ഞ പ്രൊപ്പൈൽ തൈറാസിൽ, അത് ഓരോ കാറ്റഗറി മെഡിസിൻസ് ഉണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉറപ്പായിട്ടും വളരെ നേരത്തെ തന്നെ ചികിത്സ തേടേണ്ടതാണ്. അതല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അത് ഹാർട്ട്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ലൈക്ക് ഒരു നംനെസ്, പരസ്തേഷ്യ, ഓർമ്മേനെ ബാധിക്കാം. അതുപോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ആ കോംപ്ലിക്കേഷൻസ് വരുന്നതിന് മുമ്പ് വളരെ മുന്നേയുള്ള രോഗനിർണയവും അതിൻ്റെ ചികിത്സയും വളരെ അനിവാര്യമാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും സുനിതയാണ്. സുനിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്.
ഡോക്ടർ, നമ്മൾ ടെസ്റ്റിനെ പറ്റി സംസാരിച്ചു, TSH ടെസ്റ്റുകളെ പറ്റി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റ് ഏതൊക്കെ രീതിയിലുള്ള ടെസ്റ്റുകളാണ് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുക്കാനുള്ളത്? ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ? ഓക്കെ, നമ്മുടെ തൈറോയ്ഡ് രോഗത്തിന് പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ TSH എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. TSHൻ്റെ വ്യതിയാനം അനുസരിച്ചാണ് നമ്മൾ അത് ഹൈപ്പോയാണോ ഹൈപ്പർ തൈറോയിഡിസം ആണോ, തൈറോയ്ഡ് ഗ്രന്ഥി കുറച്ചാണോ ഉൽപ്പാദിപ്പിക്കുന്നത്, കൂടുതലായിട്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള ഒരു രോഗനിർണയത്തിൽ നമ്മൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് TSH വളരെയധികം കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോ തൈറോയിഡിസവും, TSH വളരെയധികം കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന രോഗാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ആ TSH നോക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 70-80% ആൾക്കാരിലും നമ്മൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഡയഗ്നോസിലെത്താൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില ആൻറ്റിബോഡികളാണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം വളരെയധികം ഉണ്ടാക്കും. നമ്മൾക്ക് അപ്പോൾ ഏതാണോ രോഗം അതനുസരിച്ച് അതിനുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അയഡിൻ സ്കാന്, അതുപോലുള്ള വേറെ അയഡിൻ സ്കാന്, അൾട്രാസൗണ്ട് സ്കാന്, ഇതൊക്കെ ഇതുപോലുള്ള വേറെ അഡീഷണൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതാണ്. പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് TSH എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അതനുസരിച്ചാണ് ബാക്കി ടെസ്റ്റുകൾ നമ്മൾ തീരുമാനിക്കേണ്ടത്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നമ്മളോടൊപ്പം ഇപ്പോഴും മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, കൊല്ലത്ത് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ. മാഡം, ഞാൻ ഇത് കൊല്ലം അഞ്ചാലുമൂട്ടിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ. എനിക്ക് പിന്നെ തൈറോയിഡിന്റെ തന്നെ ഗോയിത്രെന്നും പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഓക്കെ, പറയൂ. അത് ഞാനിപ്പം തൈറോനും 25ന്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ കുറച്ചു നാളായി ടെസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, എത്ര നാളായി എന്നാലും ടെസ്റ്റ് ചെയ്തിട്ട്? ഇപ്പോൾ 1 വർഷം ആകുന്നു മാഡം. ഓക്കെ, നമ്മൾ യൂഷ്വലി തൈറോയ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനിലാണ് യൂഷ്വലി ഈ പറയുന്ന തൈറോക്സ് ഗുളിക രാവിലെ കഴിക്കുക. അത് ഒരു 6 ആഴ്ച കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നമ്മളൊരു സ്റ്റേബിൾ ലെവലിൽ TSHൻ്റെ ലെവൽ ഒരു 2നും 3നും ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നാൽ അതിനുശേഷം 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ടെസ്റ്റ് നടത്തേണ്ടതാണ്. അതിൽ കൂടുതലായിട്ട് പോകാൻ ഒരിക്കലും പാടില്ല. പിന്നെ നമ്മൾ തൈറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് അറിയാതെ പോകും. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ഉള്ള ചികിത്സാ മാർഗം അത് പ്രധാനപ്പെട്ടതാണ്. അതെന്തൊക്കെയാണ്? മരുന്ന് കൊണ്ട് മാത്രം എത്രത്തോളം ഈ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി പറ്റും? അപ്പോഴും നമ്മൾ ആ ഒരു ഡിവിഷൻ പറയേണ്ടതായിട്ട് വരും. ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖം നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു കാരണത്തിൽ, ഞാൻ ഓൾറെഡി മുന്നേ സൂചിപ്പിച്ചതുപോലെ, ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺ കംപ്ലീറ്റ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോൺ പുറത്തുനിന്ന് സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ പറയുന്ന തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെൻറ്റ്സ് പല കമ്പനികളുടെയും ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഈ ആൻറ്റിബോഡിക്കെതിരായിട്ടുള്ള നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ സപ്രസിങ് ഏജൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നിയോമർക്കസോൾ, കാർബിമസോൾ, പ്രൊപ്പൈൽ തയോറാസിൽ, ഇതുപോലെയുള്ള ചികിത്സകൾ. ഇതുപോലെയുള്ള ഹൈപ്പോ തൈറോയിഡിസത്തിന് ഓൾമോസ്റ്റ് എപ്പോഴും ഈ ഒരൊറ്റ ചികിത്സകൾ മതിയായിരിക്കും. തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ജീവിതകാലം മുഴുവൻ സപ്ലിമെൻ്റായിട്ട് കഴിക്കേണ്ടി വരും. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ആണ് വളരെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ചികിത്സ. ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, അബുദാബിയിൽ നിന്നും ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്കുള്ള ഡൗട്ട് എന്ന് വെച്ചാല് ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ടോ? ഓക്കെ, ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്കും ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്കും രണ്ട് തരത്തിലും രോഗികൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അത് പക്ഷേ തൈറോയ്ഡ് ഹോർമോൺ തൈറോയ്ഡ് എന്ന രോഗം നിർണ്ണയിക്കാതെ വരികയും അതിൻ്റെ മരുന്ന് പ്രോപ്പറായിട്ട് കഴിക്കാതെ വരികയും മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മൂഡിനെയൊക്കെ അഫക്റ്റ് ചെയ്തുള്ളൂ. നമ്മുടെ മരുന്ന് യഥാരീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുപോലെ മൂഡ് സ്വിങ്സ് വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകന് വ്യക്തമാണ്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചിരുന്നത് ചികിത്സാ രീതികളെക്കുറിച്ചാണ്. തുടർന്നോളൂ.
അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നമ്മൾ ആദ്യം രോഗിക്ക് കുറച്ചധികം നാൾ, ചിലപ്പോൾ ഒരു 12 to 18 മാസം, അതായത് 1-1.5 വർഷം ഇതേപോലെയുള്ള മെത്തിമസോൾ കാർബിമസോൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1-1.5 വർഷം കഴിഞ്ഞിട്ടും പേഷ്യൻറ്റിന് ഇതിന് അധികം പേഷ്യൻ്റ് റിമിഷനിൽ പോകുന്നില്ല, അതായത് പേഷ്യൻറ്റിൻ്റെ ആ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിന് പലതരത്തിലുള്ള ടോക്സിസിറ്റീസ് ഉണ്ട്. അതായത് ചിലവർക്ക് വളരെ ചെറിയ ചില ആൾക്കാർക്ക് നമുക്ക് ലിവറിൻ്റെ എൻസൈംസിൽ വ്യത്യാസം വരാം, അതല്ലെങ്കിൽ കൗണ്ടുകളിൽ വെള്ള രക്താണുക്കളിൽ വ്യത്യാസം വരാം അളവിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രോഗികൾക്ക് നമ്മൾക്ക് ഈ പറയുന്ന തൈറോയ്ഡ് സപ്രസിങ് ഏജൻറ്റ്സ് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റായിട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ അബ്ലേഷനും സർജറിയിലേക്കുമൊക്കെ പോകേണ്ടി വരും. യൂഷ്വലി സെക്കൻഡ് ലൈനായിട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പറയുന്നത്. അത് യൂഷ്വലി വളരെ കുറച്ച് ആൾക്കാരിലേ അധികം വേണ്ടി വരാറുള്ളൂ. അധികവും നമ്മൾ കണ്ടുവരുന്നത് ഈ പറയുന്ന മെഡിസിനുകൾ കൊണ്ട് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടർ വ്യക്തമാണ്. നമുക്ക് മറ്റു കാര്യം അറിയേണ്ടത്, ഈ ഒരു ഏതൊരു പ്രായക്കാരിൽ, ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതിർന്നവർ വരെ, അപ്പോൾ ഏത് പ്രായക്കാരിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്? അധികവും നമ്മളൊരു ടീനേജ് പ്രായം മുതലുള്ള ആൾക്കാരിലാണ് ഇത് അധികവും കണ്ടുവരുന്നത്. ഏത് പ്രായവ്യത്യാസമില്ല, എല്ലാവരിലും നമുക്ക് കാണാം. ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ തിരിച്ചറിയുകയും അതിനെ ചികിത്സിക്കുകയും എന്നുള്ളതാണ് കാര്യം. ഒരു പ്രായം എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, സദാശിവൻ, എറണാകുളത്ത് നിന്ന്. സദാശിവൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കിപ്പോ ഇവിടെ പറഞ്ഞു കേട്ടതില് പറഞ്ഞോളൂ കേൾക്കാം. എന്റെ സഹോദരിയുടെ മകൾക്ക് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ മുടി കൊഴിച്ചിലായിരുന്നു, വളരെ നന്നായി മുടി ഉണ്ടായിരുന്നതാണ്. മുടി കൊഴിച്ചിൽ ഒട്ടേറെ ചികിത്സകൾ നടത്തി, ഒട്ടേറെ ചികിത്സകൾ നടത്തി. പക്ഷെ അവസാനം കണ്ടെത്തിയത് തൈറോയിഡിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ അത് മരുന്ന് കഴിച്ച് ഏതാണ്ട് 1 മാസം കൊണ്ട് മുടി കൊഴിച്ചില് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പൊ ഇവിടെ ഇത് പറയണതിൽ അങ്ങനെ ഒരു സിംറ്റം പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടില്ല. മുടികൊഴിച്ചിലും ഒരു സിംറ്റമാണ്. പിന്നെ അത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു സിംറ്റമായിട്ട് എപ്പോഴും പറയാറില്ല. പക്ഷേ മുടികൊഴിച്ചിലും ഇതിൻ്റെ ഒരു ലോകലക്ഷണം തന്നെയാണ്. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഒരു ലോകലക്ഷണമായിട്ട് നമ്മൾ പറയാറുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്നത് എന്നേ ഉള്ളൂ. അതെ ഹൈപ്പോതൈറോയിഡിസത്തിൽ കാണാറുണ്ട്. പക്ഷേ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇതല്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരാൾ മുടി കൊഴിച്ചിലാണ് എന്ന് പറഞ്ഞ് അമിതമായ മുടി കൊഴിച്ചിലെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ടെസ്റ്റുകളൊപ്പം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തൈറോയ്ഡ് ഹോർമോൺ അനാലിസിസ്. ഡോക്ടർ, ആദ്യം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ആദ്യം ഹൈപ്പോ തൈറോയിഡിസം വരുന്നു, പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഹൈപ്പർ തൈറോയിഡിസം വരുന്നു. അങ്ങനെയൊരു ഘട്ടം ഉണ്ടാവാറുണ്ടോ? ഹൈപ്പോ തൈറോയിഡിസത്തിന് ശേഷം ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള ഒരു ഘട്ടം വളരെ റെയറായിട്ട് കാണാം. അങ്ങനെ കാണാറ് തന്നെ ഇല്ല എന്ന് വേണേൽ പറയാം. യൂഷ്വലി ട്രാൻസിയൻ്റായിട്ട് ഹൈപ്പർ തൈറോയിഡിസം വന്നതിന് ചിലപ്പം ഹൈപ്പോ തൈറോയിഡിസത്തിന് മുമ്പ് ഒരു ട്രാൻസിയൻ്റ് ഒരു ഇൻഫ്ലമേഷൻ ഒരു നീർക്കെട്ടിൻ്റെ സമയത്ത് ട്രാൻസിയൻ്റായിട്ടൊരു വളരെ ചെറിയ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം വരാം. അതിനുശേഷം ഹൈപ്പോ തൈറോയിഡിസമായിട്ട് മാറാം. മറ്റത് തിരിച്ചുള്ള പോക്ക് വളരെ കണ്ടിട്ടേ ഇല്ല, കാണാറ് തന്നെ ഇല്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഗർഭിണികളിൽ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? ഗർഭിണികളിൽ നമ്മൾ യൂഷ്വലി നമ്മൾ TSH സപ്രസ്ഡ് ആയിട്ട് കാണാറുണ്ട്. അത് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളതല്ല, അത് നോർമൽ ഒരു ഫിസിയോളജിക്കൽ HCG എന്ന് പറയുന്ന ഹോർമോൺ കൊണ്ട് വരുന്ന വ്യതിയാനം കൊണ്ടുള്ള ഒരു ട്രാൻസിയൻറ്റ് ഹൈപ്പർ തൈറോയിഡിസം, അതായത് 20 ആഴ്ച വരെയുള്ള ഒരു ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ കാണാറുണ്ട്. അത് യൂഷ്വലി നമ്മൾ ചികിത്സിക്കാറില്ല. അതല്ലാതെ ഓൾറെഡി മരുന്ന് കഴിച്ച് ഹൈപ്പർ തൈറോയിഡിസത്തിനാണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസത്തിനാണെങ്കിലും ഗുളിക കഴിക്കുന്ന ആൾക്കാർ ആ ഗുളിക കണ്ടിന്യൂ ചെയ്യുകയും അതല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും പലതരത്തിലുള്ള ഒബ്സ്ട്രക്റ്റീവ് കോംപ്ലിക്കേഷൻസും നിയോനേറ്റൽ കോംപ്ലിക്കേഷൻസും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏതിനാണോ ഓൾറെഡി ചികിത്സ എടുക്കുന്നത് അത് യഥാവിധി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ചികിത്സ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഡോക്ടർ, വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു തൈറോയിഡുള്ള ഒരു ആളാണെങ്കിൽ പ്രസവശേഷം അത് കുഞ്ഞിന് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ?
കുഞ്ഞിന് ചില തരത്തിലുള്ള ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഇത് ഏതാണെങ്കിലും അൺട്രീറ്റഡ് ആയിട്ട് പോയാൽ മാത്രമേ അത് കുഞ്ഞിൻ്റെ ഓർമ്മശക്തിയെയും വേറെയുള്ള കാര്യങ്ങളെയും ബാധിക്കുകയുള്ളൂ. പ്രോപ്പറായിട്ട് നമ്മുടെ ഗൈഡ് ലൈൻ പറയുന്നതനുസരിച്ചുള്ള ചികിത്സ എടുത്താൽ അത് കുഞ്ഞിനെയും അമ്മേനെയും ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ, ഇതൊരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഗുളിക കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാളിത് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ഗുളിക നിർത്താൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഈ ഒരു ചികിത്സ എല്ലാ കാലത്തും തുടരണോ, അല്ലെങ്കിൽ ഒരു പീരീഡ് ഉണ്ടോ? അത് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് തൈറോയ്ഡ് ഗ്രന്ഥി ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിക്കുന്ന പ്രവർത്തനം നിർത്തും. അപ്പം നമ്മൾ ആ ജീവിതകാലം മുഴുവൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഗുളിക എന്നതിലുപരി അതൊരു തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെൻറ്റ്സ് അത് പുറത്തുനിന്ന് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഗുളികകൾ തരത്തിലുള്ള ഒരു ദൂഷ്യവശങ്ങളോ അഡ്വേഴ്സ് ഇഫക്റ്റുകളോ ഹൈപ്പോതൈറോയിഡിസിന് കഴിക്കുന്ന ഹോർമോൺ സപ്ലിമെൻറ്റ്സിനില്ല. പക്ഷേ അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ അവിടെ വളരെ മോശമാകുന്ന ഒരു അസുഖമാണ്. അപ്പം ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഗുളികകൾക്ക് കുറച്ച് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ വെള്ള രക്താണുക്കളുടെ അളവ് കുറയുകയും ലിവറിനെ ബാധിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ടുള്ള മോണിറ്ററിങ്ങിലൂടെ ആ മരുന്ന് എടുത്താൽ ഈ തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ നമ്മൾ വളരെ ചെറിയ തോതിലേ കണ്ടെത്തിയിട്ടുള്ളൂ. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സ ചിലപ്പോൾ ഒരു 1.5-2 വർഷത്തിനുള്ളിൽ ആ ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള ഈ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം അത് യൂഷ്വലി റിമിഷനിൽ അത് കൺട്രോളിൽ വരാറുണ്ട്. ചിലപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ ഒരു 30-40% ആളുകളിൽ അത് ആ ഒരു 1.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ റിമിഷനിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് തുടർ ചികിത്സ ആവശ്യമില്ല. ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയ്ഡ് ഹോർമോൺ TSHൻ്റെ ലെവൽ നോക്കി നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ഏകദേശം മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറയൂ കേൾക്കാം. ഹലോ. പറയൂ കേൾക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. എനിക്ക് എന്റെ പേര് രാജമ്മ, അടൂന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. ഇതിപ്പോ എനിക്ക് തൈറോയിഡ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. TSH ആണ് നോക്കുന്നത്. അപ്പൊ അതിനകത്തില് ഡിസംബർ 4 തീയതി നോക്കിയപ്പോ അതിനകത്ത് 0.9 കാണിക്കുന്നുണ്ട്. ഓക്കെ, തൈറോയ്ഡ് പറഞ്ഞോളൂ കംപ്ലീറ്റ് ചെയ്തോളൂ. തൈറോയിഡ് കഴിക്കുന്നുണ്ട് കുറെ നാളുകൊണ്ടേ കഴിക്കുന്നുണ്ട്. എത്രയാണ് ഡോസ് കഴിക്കുന്നത്? പിന്നെ ഇടയ്ക്ക് 200ന്റെ കഴിച്ചപ്പോ നോർമലായി ഡോക്ടർ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോ 100 ആക്കാൻ പറഞ്ഞു. അപ്പൊ 100 ആക്കി അത് കഴിച്ചോണ്ടിങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ നോർമലായിട്ട് കുറെ നാളുകൊണ്ട് നോർമലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 4 തീയതി ഡിസംബർ 4 തീയതി നോക്കുമ്പോ അത് 0.9 ആയി. അപ്പൊ അത് ഇച്ചിരി കൂടുതലാണെന്ന് ഓഫീസിൽ അവര് തന്നെ പറഞ്ഞു രാവിലെ. അപ്പൊ പിന്നെ അത് ഞങ്ങൾ ECHSന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകളാണ്. അപ്പൊ അന്നേരം അവിടെ ECHS കൊണ്ട് കാണിച്ചപ്പോ അതിന് 100ന്റെ മരുന്ന് കഴിക്കാൻ പറഞ്ഞത്. അത് കഴിക്കുന്നുണ്ട്. ജലദോഷമൊക്കെ ഇങ്ങനെ വിട്ടു മാറാറുണ്ട്. പിന്നെ തലവേദനയും മുടിവീഴ്ചയില് അങ്ങനെയുള്ള പ്രോബ്ലംസ്, ശരീരം മുഴുവൻ വേദന. അപ്പൊ അതൊക്കെ ഇതിന്റെ ലക്ഷണമാണോ എന്നുള്ള ഒരു സംശയം കൂടെ ഉണ്ട്. അതായത് ഇങ്ങനെ ഇത് കണ്ടപ്പോ ഞാനിങ്ങനെ വിളിച്ചു നോക്കിയതാ. TSH പറഞ്ഞോളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് പറഞ്ഞോളൂ. TSH 0.9 ആണ്. ESR കൂടുതലുണ്ട്. 25 കാണിക്കുന്നു. 75 ആണോ? 75 ആണോ? 75. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ. പിന്നെ ഷുഗറും കൊളസ്ട്രോളും ഉണ്ട്. ഓക്കെ, അപ്പം താങ്കളുടെ ഈ TSHൻ്റെ ലെവല് 0.9 എന്നുള്ളത് കുറച്ച് കുറവാണ്. എന്നാലും അത് നമുക്കൊരു വലിയ അപകടമായ രീതിയിലൊന്നും പറയാൻ പറ്റത്തില്ല. യൂഷ്വലി ഒരു 1 to 2 ബിലോ 2 ആണെങ്കിലും മതി. പക്ഷേ അതുകൊണ്ടുള്ള ഈ പറയുന്ന ബാക്കി ഈ സന്ധിവേദന, ജോയിൻറ്റ് പെയിന് ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ഒരു തൈറോയിഡിൻ്റെ ലെവലുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ അതല്ലാതെ തന്നെ ESR ഒരു 75 എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത് മേ ബി വേറെയുള്ള സന്ധിവാദങ്ങളൊക്കെ അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്തേണ്ടതായിട്ട് വരേണ്ടതുണ്ട്. ഈ TSH 0.9 എന്നുള്ളത് കുറച്ചും കൂടെ ഡോസ് വേണമെങ്കിൽ 100 എന്നുള്ളത് കുറയ്ക്കാൻ പറ്റും.
കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് കുറയ്ക്കേണ്ടതാണ്. വേറെ ഈ പറയുന്ന സിംറ്റംസ് അധികവും ഈ തൈറോയിഡിൻ്റെ ഈ ലെവലുമായിട്ടോ ചികിത്സയായിട്ടോ അധികം ബന്ധമില്ല. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും ചികിത്സാ മാർഗ്ഗത്തെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മളോടൊപ്പം ഇന്ന് ചേർന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ആനി സെബാസ്റ്റ്യനാണ്. ഡോക്ടർ, നന്ദി. താങ്ക് യു.